ഈ ഒരു ടോപ്പിക്കുമായിട്ടൊരു വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ വീണ്ടും വീണ്ടും നമ്മളെ മുമ്പിൽ ഓരോ കേസുകൾ വരുമ്പോൾ ചെയ്യാതിരിക്കാനും തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഈ ഒരു ന്യൂസ് തന്നെ, ഇതിൽ തന്നെ അതിന്റെ ഉമ്മയും അതിന്റെ സഹോദരി എന്നൊന്ന് പറയുന്നൊന്ന് കേട്ടു നോക്ക്. കരയാറാണ് പതിവ്. ഞങ്ങളുടെ അവിടെ വന്നിട്ട് അമ്മായിമ്മ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഇപ്പോഴും കരയും. എന്നിട്ട് ഞങ്ങൾ പറയും ഡി കുഴപ്പമില്ലടി, ശരിയാവും, പോകെ പോകെ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ നീ അത് ശീലമായിക്കോളും എന്നൊക്കെ ഞങ്ങൾ പറയും. അസ്വാഭാവികമായി കേട്ടോ, അവിടെ ഇതിനു മുമ്പും ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോളെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നീ ക്ഷമിക്കുക, എന്താ ഇവർ ഇതുകൊണ്ടൊക്കെ അർത്ഥാക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഈ മീഡിയക്ക് മുമ്പിൽ വന്നിരുന്ന് കരയുന്നതുകൊണ്ട് എന്താ ഇവർ അർത്ഥാക്കുന്നത്? ആദ്യം നിങ്ങളെ പേരിലാണ് കൊലപാതകത്തിന് കേസ് എടുക്കേണ്ടത്. കാരണം ആ ഒരു വീട്ടിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനവിടെ ഇട്ട് ഇടങ്ങേറാക്കുകയാണെന്ന് കാണുമ്പോൾ അതിനെ വിളിച്ചു കൊടുന്ന് അതിനൊരു സപ്പോർട്ട് കൊടുക്കാതെ മോൾ അവിടെ തന്നെ ക്ഷമിച്ച് നിൽക്കണോട്ടോ, ഇതാണ് ഇങ്ങനെയൊക്കെ ആണട്ടോ ജീവിതം എന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ പിടിച്ച് ആദ്യം നിങ്ങൾക്കെതിരെ കേസ് എടുക്കണം ഞാൻ പറയുന്നത്. നിങ്ങളാണ് ആ കുട്ടീനെ കൊന്നത്, നിങ്ങളാണ് ആ കൊലപാതകത്തിന് കൂട്ടുനിന്ന് കൊടുത്തിട്ടുള്ളതും. അല്ലാതെ നമ്മൾ രക്ഷിതാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്വം തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീട് ആ കുട്ടിയുടെ പേരിൽ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. എന്തൊരു മനുഷ്യരാണ്! ഒരുപാട് കേസുകൾ നമ്മളെ മുമ്പിൽ ഇത്രയും ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ ആരെയാണ് ഭയക്കുന്നത്? സ്വന്തം കുട്ടിക്ക് അവിടെ ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ട വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അതിനെ സ്വന്തം വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരുന്നതിന് ആരെയാണ് ഭയക്കുന്നത്? ഞാൻ പറയട്ടെ, മക്കൾക്ക് കറക്റ്റായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക. അല്ലാണ്ട് 20 വയസ്സാകുമ്പോൾ കെട്ടിച്ചു വിട്ടാൽ എല്ലാ ഉത്തരവാദിത്വം തീർന്നില്ല. അവർക്ക് വേണ്ട അവരെ ഭാവി സേഫാക്കാൻ അവർക്ക് വേണ്ട ശരിക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ കെട്ടിച്ചു വിട്ടു എന്നാൽ ആ വീട്ടിൽ ബുദ്ധിമുട്ടാണ്, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നും, അതിനെ വിളിച്ചു കൊണ്ടുവരിക. നിനക്ക് ഞങ്ങളുണ്ട് മോളെ എന്ന് പറയാനുള്ളൊരു തൻ്റെ ഒരു ത്രാണി ഏതൊരു ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടാവണം. ഇത് കല്യാണം കഴിപ്പിച്ച് അങ്ങ് വിട്ടാൽ എല്ലാ ഉത്തരവാദിത്വം തീർന്ന വിചാരം. അതുപോലെ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുട്ടി വിളിച്ചു പറഞ്ഞാൽ അതിനൊന്നും സപ്പോർട്ട് കൊടുക്കൂല. പിന്നീട് അത് മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മീഡിയക്ക് മുമ്പിൽ വന്നിരുന്ന് കരച്ചിലാണ്. എന്താ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ അർത്ഥാക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കേസ് നമ്മളെ മുമ്പിൽ ഒരുപാട് കിടക്കുന്നു. എന്നിട്ടും ആ ഒരു കുട്ടി അവിടെ അത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഇവര് പിന്നെയും പറയുന്നത് മോളെ ഇതൊക്കെ സഹിച്ചു നിൽക്കണേ. എന്ത് സഹിച്ചു നിൽക്കണം എന്നാണ്? ഒരു പെണ്ണാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം സഹിച്ചു ക്ഷമിച്ചു നിൽക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? ഇനിയും കണ്ണു തുറക്കാത്ത കുറെ മനുഷ്യര്